നമസ്കാരം. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പുനർജന്മമാണ് മേക്ക് 7. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. മലബാറിലെ മുസ്ലിം മേഖലകളിലാണ് ഇത് വ്യാപിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ ഞെട്ടിക്കുന്ന ഗൂഢാലോചനയാണ് ഉള്ളത്. മലബാർ മേഖലയിൽ വലിയ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മ എന്ന തരത്തിലാണ് മേക്ക് 7 വ്യാപിപ്പിക്കുന്നത്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 എന്നതാണ് മേക്ക് 7ന്റെ പൂർണ്ണരൂപം. 7 പ്രധാന വ്യായാമ മുറകളുടെ സംയുക്തമാണിത്. എന്നാൽ ഈ കൂട്ടായ്മ ഇപ്പോൾ വാർത്തകൾ ഇടം പിടിച്ചത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരിലല്ല, മറിച്ച് തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുകയാണ് ഈ മേക്ക് 7 വ്യാപിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തുറക്കലിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് ഈ വ്യായാമ രീതി പരിചയപ്പെടുത്തിയത്. 2022 ഈ കൂട്ടായ്മ തുടങ്ങുന്നത്. 2 വർഷത്തിനുള്ളിൽ മലബാറിൽ മേക്ക് 7ന്റെ 1000-ഓളം യൂണിറ്റുകൾ വന്നു. വയോധികരും സ്ത്രീകളും യുവാക്കളും അടക്കം ബാലവൃദ്ധം ജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. സൗജന്യമായാണ് പരിശീലനം നടത്തുന്നത്. വാട്സപ്പ് കൂട്ടായ്മകൾ മുഖേനയാണ് പ്രവർത്തനം. പ്രത്യേകം യൂണിഫോമുകളുണ്ട്. യൂണിഫോമിന് 300 രൂപ നൽകണം. ഇതല്ലാതെ മറ്റു ചെലവുകളൊന്നും ഇതിലില്ല. 21 മിനിറ്റ് നീളുന്ന വ്യായാമ കൂട്ടായ്മയാണ് മേക്ക് 7. വലിയ തോതിൽ ആളുകൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വിവാദമാകുന്നത്. ആദ്യം വിമർശനവുമായി എത്തിയത് സമസ്ത AP വിഭാഗമായിരുന്നു. വ്യായാമ പരിപാടിക്ക് ശേഷം മതപരമായ സലാം ചെല്ലലടക്കം നടത്തുന്നു എന്നതടക്കമാണ് ഈ AP വിഭാഗത്തെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ മുന്നറിയിപ്പ് സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത് എന്ന താക്കീതാണുള്ളത്. പിന്നാലെ CPM ഈ കൂട്ടായ്മയെ എതിർത്ത് രംഗത്തെത്തി. വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണ് എന്ന കാര്യം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF സമാന രീതിയിലാണ് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കിയത് എന്ന കാരണം നിരത്തി SYSം രംഗത്തെത്തി. കളരി പരിശീലിപ്പിച്ചായിരുന്നു അന്ന് NDF യുവാക്കളെ സ്വാധീനിച്ചത്. മേക്ക് 7 വാട്സപ്പ് കൂട്ടായ്മയിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാവുന്നതാണ്.